ജീസസ് എന്ന് പറയുന്ന വ്യക്തി വളരെ വലിയ ഒരു പുരുഷാരവുമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു വഴി, ആ വഴിയിൽ കൂടെ ജീസസ് വരുന്നു. ജീസസിന് ചുറ്റും വലിയൊരു പുരുഷാരം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ഒരു ജാഥയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ രാഷ്ട്രീയ നേതാവ് മിക്കവാറും നടുക്കായിരിക്കും, ചുറ്റും ആൾക്കാരിങ്ങനെ പൊതിഞ്ഞായിരിക്കും പോകുന്നത്. സോ അതേ ഒരു അവസ്ഥ നമ്മൾ യേശുവിൻ്റെ കാര്യത്തിലും ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. യേശു ഇങ്ങനെ നടക്ക് ചുറ്റും ആൾക്കാരുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ സക്കായി എന്ന് പറയുന്ന വ്യക്തിക്ക് ജീസസിനെ കാണണമെന്നൊരു മോഹം. അപ്പോൾ സക്കായിയെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സക്കായിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു വ്യക്തി എന്നാണ്. അപ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ആവേശം സിനിമയിലെ ഫഹദ് ഫാസിൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു 4-5 ഗോൾഡ് ചെയിനൊക്കെ ഇട്ട്, ഗോൾഡ് കളറുള്ള വാച്ചൊക്കെ കെട്ടി, ബ്രേസ്ലെറ്റൊക്കെ ഇട്ട്, റൈബാൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ച്, മീശയൊക്കെ തിരിച്ച്, നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ടിപ്പ് ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് സക്കായി ഒന്ന് ഇമാജിൻ ചെയ്യാം. പ്രമാണി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ജോലി എന്താ? ടാക്സ് കളക്ഷനാണ്. ഒരു ടാക്സ് കളക്ടറിൻ്റേതായിട്ടുള്ളൊരു പ്രതാപം നമ്മൾ അദ്ദേഹത്തിൽ കാണാം. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് പോയി കാശ് ചോദിക്കുമ്പോഴത്തേക്ക് തന്നില്ലെങ്കിൽ അപ്പോൾ ഒരു ഇച്ചിരി ഗുണ്ടായിസം കൂടെ വേണം, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കായികക്ഷമതയും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വേണം നമ്മൾ സക്കായിൽ കാണാനായിട്ട്. സോ ഒരു നല്ലൊരു ഒരു 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 പ്രമാണി, ഒരു ജമ്മി ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ആ സക്കായിൽ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ യേശു ഇങ്ങനെ ഈ വഴിയെ നടന്നു വരുന്നു. സക്കായിക്ക് ജീസസിനെ കാണാം. അപ്പോൾ അവൻ ഇച്ചിരി പൊക്കം കുറവാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ കയറി നിന്ന് ജീസസിനെ കാണാൻ പറ്റില്ല. ജീസസ് നടുക്കായിട്ടാണ് നിൽക്കുന്നത്, ജനങ്ങൾ ചുറ്റുമുണ്ട്. അപ്പോൾ സക്കായി ഈ ജീസസ് എങ്ങനെ നടന്നു വരുന്നു എന്ന് വിഷ്വലൈസ് ചെയ്ത് സക്കായി ഇവിടെ നിൽക്കുമോ? അപ്പോൾ ഈ സക്കായി ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ 2 വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഈ വരുന്ന ജനസമൂഹത്തിൽ മിക്കവാറും എല്ലാവർക്കും ആരെ അറിയാം? സക്കായി അറിയാം. ഓക്കെ, അപ്പോൾ സുപരിചിതനാണ്, കാരണം പ്രമാണിയായതുകൊണ്ട്. അപ്പോൾ സക്കായി എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെല്ലാവരും ആരെ കാണും? സക്കായിയെ കാണും. അപ്പോൾ സക്കായിക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഈ ജനങ്ങളൊന്നും അറിയാതെ രഹസ്യത്തിൽ ജീസസിനെ കാണാനായിട്ട് ശ്രമിക്കാം. 2, പബ്ലിക്കായിട്ട് ജീസസിനെ കാണാനായിട്ട് ശ്രമിക്കാം. പബ്ലിക്കായിട്ട് കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്കോപ്പില്ല. കാര്യം എന്താ? സക്കായിയെ ജീസസിന് അറിയില്ല. ജീസസിനെ ആർക്കറിയാം? സക്കായി അറിയാം. നമുക്ക് നരേന്ദ്രമോദി അറിയാം. നരേന്ദ്രമോദിക്ക് നമ്മളെ അറിയാവോ? അറിയത്തില്ല. സോ സക്കായിക്ക് നേരിട്ട് പോയി അപ്രോച്ച് ചെയ്ത് ജീസസുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള സ്കോപ്പില്ല. കാരണം ഡയറക്റ്റായിട്ട് പരിചയമില്ല. അപ്പം ഡയറക്റ്റായിട്ട് പോയി കാണാനും പരിചയപ്പെടാനും എന്തില്ല? സ്കോപ്പില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ലാത്ത രീതിയിൽ കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വഴിയിൽ ജനങ്ങൾ ഇങ്ങനെ ജീസസുമായിട്ട് വരുന്നു. ജീസസിനെ കാണാൻ വേണ്ടിയിട്ട് സക്കായി ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്നു. അടുത്തൊരു അത്തിമരമുണ്ട്, ഒരു കാട്ടിൽ അത്തിമരമുണ്ട്. അത്തിമരത്തിൻ്റെ മേലെ കയറിയിരുന്ന ജീസസിനെ കാണാം. ആ മരത്തിൽ കയറാനായിട്ട് തീരുമാനിക്കുവാണ്. അപ്പോൾ സക്കായി ജീസസിൻ്റെ ഈ ഡയറക്ഷനിലോട്ട് വരണോ, ജീസസ് സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകണം? കാട്ടത്തിമേൽ കയറണമെന്നുണ്ടെങ്കിൽ, ജീസസിനെ കാണാനായിട്ട് അത്തിമരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ജീസസ് വരുന്ന ആ ഡയറക്ഷനിലേക്ക് പോകണോ, ജീസസ് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം, അല്ലേ? നല്ലല്ലേ കയറി ആ സമയം കൊണ്ടല്ലേ ജീസസ് അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ജീസസ് സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അങ്ങോട്ട് പോയി ആ മരത്തിൽ കയറിയിരുന്ന ജീസസ് എത്തുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ജീസസ് വരുന്ന ഡയറക്ഷനിലേക്ക് പോകാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി അത്തിമരത്തിൽ കയറാനാണ് സക്കായി തീരുമാനിക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല ടിപ്പ് ടോപ്പിൽ ഡ്രസ്സൊക്കെ ഇട്ട്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്, ബ്രേസ്ലെറ്റൊക്കെ ഇട്ട്, നല്ല സ്പോർട്സ് ലുക്കിൽ നിൽക്കുന്ന വ്യക്തി ഇത്രയും ജനങ്ങൾ കാണുക അത്തിയിൽ കയറുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കിയോ? ജനങ്ങൾ കാണില്ലേ? കാണുമോ? ഇല്ലയോ? കാണും. അപ്പോൾ സക്കായിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ തീരുമാനിക്കാം, എൻ്റെ പൊസിഷനും എൻ്റെ നിലയും വിലയൊക്കെ അനുസരിച്ച് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ടിപ്പ് ടോപ്പിലും അത്തിമരത്തിൽ വലിഞ്ഞു കയറി കഴിഞ്ഞ് ഉമ്മാരെല്ലാം നാളെ തൊട്ട് എന്നെ കളിയാക്കും, അതുകൊണ്ട് വേണ്ട, അത്രയും റിസ്ക് എടുത്ത് കാണണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇനി 2ാമത്തെ തീരുമാനം, ഇനി ഉമ്മാരൊക്കെ എന്ത് കളിയാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് എന്ത് ചെയ്താൽ മതി? ജീസസിനെ കണ്ടാൽ മതി, അങ്ങനെ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്റ്റോറിക്കകത്ത് നമുക്കറിയാം ജീസസിനെ കാണാൻ വേണ്ടി അവർ എവിടെ കയറി? അത്തിമരത്തിൽ കയറി. ഇതെല്ലാം അഴിച്ച് പറക്കി ഇതൊക്കെ താഴെയൊക്കെ വെച്ച് ഒരാളെ ഏൽപ്പിച്ചിട്ടായിരിക്കുമോ കയറിയത്? അതിനുള്ള സമയമൊക്കെ സാവകാശം ഉണ്ടോ?
ഇല്ല. സോ ആ സീനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ ജഗദീഷിനെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കണം. ആ ഭഗത്തിനെ കൊണ്ടുവന്ന് നോക്കിയാലും മതി. സോ ഈ കോസ്റ്റ്യൂമോട് കൂടെ അവൻ എവിടെ വലിയ കയറുവാണ്? കാട്ടത്തിമേൽ വലിയ കയറാണ്. കാട്ടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുള്ളൊക്കെ കാണാം. ഇതേവരെ ചിലപ്പോൾ ആ അത്തിയിൽ മരത്തിനകത്ത് ആരും കയറിയിട്ട് പോലും ഉണ്ടാകത്തില്ല. സോ ആ മരത്തിനകത്തേക്ക് വലിഞ്ഞ് കയറുമ്പോൾ ഉണ്ടാകാവുന്ന ഫലിതങ്ങളെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ചിലപ്പോൾ 2 സ്റ്റെപ്പ് വലിഞ്ഞ് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ ചക്ക വെട്ടിയിട്ട പോലെ വന്ന് വീണിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വലിഞ്ഞ് കയറുന്ന സമയത്ത് കൈ വരഞ്ഞിട്ടുണ്ടാകാം, കാലൊരഞ്ഞിട്ടുണ്ടാകും. ഇട്ടിരുന്ന ഡ്രസ്സ് ചിലപ്പോൾ ചീത്തായിട്ടുണ്ടാകും, മുഷിഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന മാല ഏതെങ്കിലും കൊമ്പിൽ കൊളുത്തിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ടുണ്ടാകും കുറച്ച് നേരം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കാം. ഇതൊക്കെ ആര് കാണുന്നുണ്ടാവും? ഒരു പക്ഷേ ജനങ്ങൾ കാണുന്നുണ്ടാകാം. സോ ഇതൊന്നും വകവയ്ക്കാതെയാണ് ആ കാട്ടത്തിൻ്റെ മേൽ വലിഞ്ഞു കയറുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ജീസസ് താഴെ പോകുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു റിസ്ക് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നു. ജീസസ് താഴെ എത്തിയപ്പോഴത്തേക്ക് ജീസസ് അവിടെ നിൽക്കുക. കാരണം ഇതെല്ലാം ആര് കാണുന്നുണ്ട്? ജീസസും കാണുന്നുണ്ട്. വലിഞ്ഞ് കയറുന്നതും അവിടെ നടക്കുന്ന തമാശകളെല്ലാം ജീസസും കാണുന്നുണ്ട്. സോ ഇത്രയും റിസ്ക് എടുത്ത് ഇവൻ എന്നെ കാണാനായിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ആരാ എന്താണെന്ന് അറിയണമല്ലോ എന്നായിരിക്കും ജീസസ് ആഗ്രഹിച്ചപ്പോൾ നിന്നത്. എന്നിട്ട് എൻ്റെ മൂട്ടി വന്ന് നിന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഇവൻ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടിൽ ഒന്ന് പോയാലോ എന്ന് ജീസസ് ഒന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ അവൻ ജസ്റ്റ് കാണാനേ ആഗ്രഹിച്ചു. പക്ഷെ ജീസസ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിലാണ്. അപ്പോൾ ജീസസ് അവിടെ വന്ന് നിന്നിട്ട് പറയുവാണ്, എടാ വാ, ഇന്നത്തെ ചാപ്പാട് നിൻ്റെ വീട്ടിലാണ്. ജീസസ് പറയുമ്പോഴത്തേക്ക് ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്താണെന്നറിയോ? ജീസസ് അവരുടെ വീട്ടിലൊന്നും ചാപ്പാടിന് സാധാരണ പോകാറില്ല. ഇച്ചിരി പോഷായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലെ ജീസസ് ചാപ്പാടടിക്കാൻ പോകാറുള്ളൂ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ജീസസ് മനസ്സിലായി. എന്ത് മനസ്സിലായി? ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് നന്നായിട്ട് കിട്ടുമെന്ന് ജീസസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജീസസ് അവൻ്റെ വീട്ടിൽ പോകുമെന്ന് തീരുമാനിച്ചേ. ജീസസ് പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. കൂടെ എത്ര എണ്ണം ഉണ്ട്? പുരുഷനത്തെ വിട്, ലെഫ്റ്റ് റൈറ്റ് നടക്കുന്ന 12 എണ്ണം ഉണ്ട്. ഈ 12 എണ്ണത്തിൻ്റെയും മെജോറിറ്റി ആയിട്ടുള്ളവന്മാരുടെ തൊഴിലെന്താണെന്നറിയോ? മീൻപിടുത്തമാണ്. മീൻപിടുത്തക്കാർ കഴിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനത്തെ ഫുഡാണെന്നറിയോ? എന്തോരാണെന്നറിയോ? അവർക്ക് ഒരു ചപ്പാത്തിയൊന്നും കൊടുത്തത് കഴിയത്തില്ല. അപ്പോൾ ജീസസിനെ കൂട്ടി 13 ആണുങ്ങൾ, അതും നല്ല രക്തത്തിളപ്പുള്ള യുവത്വത്തിൽ നിൽക്കുന്ന വ്യക്തികളെ തീറ്റിപ്പോറ്റണമെന്നുണ്ടെങ്കിൽ ഞഞ്ഞാ കേസുകൾക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ജീസസിനും ശിഷ്യന്മാർക്കും ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തുണ്ടാകണം? നല്ല ചിക്കി ഉണ്ടാകണം. പിശുക്കന്മാർക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ജീസസിന് ഇവൻ്റെ പ്രകൃതി ഇവനെ കണ്ടപ്പോഴത്തേക്ക്, ഏകദേശം അവൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ജീസസ് മനസ്സിലായി നല്ല മീനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ പോയി. ഓക്കെ, അപ്പോൾ സക്കായിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തിനകത്തുള്ള മതവക്താക്കളുടെ മുമ്പിൽ ചോദ്യങ്ങൾ വീണു. ഇവന് ശരിക്കും ഒരു പ്രവാചകനാണെങ്കിൽ ഇവൻ ആരെന്നറിയത്തില്ലേ? നമ്മുടെ നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരനെ കുറിച്ച് നമ്മളെന്താ പറയുന്നത്? നല്ല ഇമേജാണോ? കൊള്ളപ്പലിശക്കാരൻ, വട്ടിപ്പലിശക്കാരൻ, നമ്മൾ വേറെ പേരുകൾ പലതും വിശേഷണം കൊടുക്കും അല്ലേ? ആൾക്കാർ അറുത്ത് ജീവിക്കുന്നവൻ, രക്തം കുടിക്കുന്നവൻ, കാലമാടൻ എന്നൊക്കെ പറയും. സോ ഇതുപോലൊരു വ്യക്തിയാണ് ഇവൻ. ചുങ്കക്കാരനാണ് ഇവൻ, ശരിക്കും പാപിയാണ് ഇവൻ, ശരിക്കും നീചനാണ് ഇവൻ, ശരിക്കും ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ദൈവത്തിന് നിരക്കാത്ത ജോലികൾ ചെയ്യുന്നവനാണ്. കാരണം അർഹതയില്ലാത്ത കാശ് മേടിക്കുന്നവനാണ്. നമ്മൾ ടാക്സ് കളക്ടറിനെ കുറിച്ച്, ഇന്നത്തെ ടാക്സ് കളക്ടറിനെ കുറിച്ച് നമുക്ക് അലിഗേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അന്നത്തെ എന്തോരം ഉണ്ടാവും. സോ ആ രീതിയിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് കാശുണ്ടാക്കുന്ന വ്യക്തിയാണ് ഇവനെന്ന് ജീസസിന് അറിയത്തില്ലേ? പ്രവാചകൻ പറയുന്ന ഈ വ്യക്തിക്ക് അറിയത്തില്ലേ? എന്നിട്ടും അവൻ്റെ വീട്ടിൽ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പുറത്ത് നടക്കുക. എനിവേ ഇതൊന്നും ജീസസിന് വിഷയമല്ല. ജീസസ് അവിടെ പോവാം, ഇവൻ്റെ വീട്ടിൽ ചാപ്പാട് കഴിക്കാൻ പോകും. ഇവൻ്റെ വീട്ടിൽ ചാപ്പാട് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് വെജിറ്റേറിയൻ ആയിരിക്കും, പിന്നെ നോൺ വെജ് ആയിരിക്കും, ഒപ്പം പച്ചവെള്ളമായിരിക്കും, പിന്നെ നല്ല ഒന്നാന്തര വീര്യമുള്ള വൈനുണ്ടാവും. യഹൂദൻ്റെ കൾച്ചർ അങ്ങനെയാണ്. സോ നോൺ വെജും ഉണ്ടാകും, ഒപ്പം തന്നെ വൈനും ഉണ്ടാകും. സോ ഈ ഫുഡൊക്കെ ആയിരിക്കും അവിടെ പോയിരുന്ന് കഴിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ജീസസ് അവിടെ പോയിരുന്ന്
ജീസസിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ എവിടെയാണ്? ഈ ഫുഡിനകത്താണ്. അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ വളഞ്ഞിരിക്കുന്നു, ജീസസ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, അവരിങ്ങനെ ഫുഡ് കൊണ്ട് ഇങ്ങനെ കുമ്പാരം കൂട്ടി വെക്കുന്നു. ലാവിഷായിട്ട് ജീസസ് അവിടെ നിന്ന് കോൺസെൻട്രേഷൻ മുഴുവൻ എവിടെയാണ്? ജീസസ് ഫുഡിനകത്താണ്. എന്നിട്ട് ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. ഇവരോട് കോൺവെർസേഷൻ മുഴുവൻ ആരെടുത്താണ്? ശിഷ്യന്മാരെടുത്താണ്. ആരെ മൈൻഡ് ചെയ്യുന്നില്ല? സക്കായിയുടെ അടുത്ത് മൈൻഡൊന്നും ചെയ്യുന്നില്ല. സക്കായിയോട് സംസാരിക്കുന്നൊന്നുമില്ല. സക്കായി എന്തിനാണ് ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ജീസസിന് ഫുഡ് കൊടുക്കുന്നതിനകത്താണ്. ജീസസ് എന്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? കഴിക്കുന്നതില്ല. സംസാരം മുഴുവൻ ആരോടുത്താണ്? ശിഷ്യന്മാരെടുത്താണ്. അപ്പോൾ കോൺവെർസേഷൻ ആരോടില്ല? സക്കായിയോടില്ല. അപ്പോൾ ജീസസിനെ ഫീഡ് ചെയ്യുമ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ജീസസിനെ കൊടുക്കുമ്പോഴും സക്കായിയുടെ ഉള്ളിൽ വേറെ ചിന്തകൾ പൊക്കോണ്ടിരിക്കും. കാരണം ഇരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആർക്ക് നന്നായിട്ട് അറിയാം? സക്കായിക്ക് നന്നായിട്ട് അറിയാം. സക്കായി ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, വർഷങ്ങളായി കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന വാർത്തകളെല്ലാം അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ജീസസിനെ കുറിച്ച് സക്കായി കേട്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു വ്യക്തി അകത്തിരിക്കുമ്പോഴത്തേക്ക് ദൈവതുല്യനായിട്ടുള്ളൊരു വ്യക്തി, പ്രവാചക തുല്യനായിട്ടുള്ളൊരു വ്യക്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നൊരു വ്യക്തി തൻ്റെ വീട്ടിനകത്ത് വന്നിരിക്കുമ്പോൾ ആ ഇൻഫ്ലുവൻസിനകത്ത്, ആ ഒരു എനർജി ട്രാൻസ്മിഷനകത്ത് സക്കായിയുടെ ഉള്ളിനകത്ത് പരിവർത്തനം നടക്കുന്നുണ്ട്. ജീസസ് ഒന്നും വേണ്ടതില്ല. സോ അവിടെ ഈ ഫുഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സക്കായിയും കൂടെ റിവീൽ ചെയ്യാണ്. സക്കായിയുടെ ജീവിതത്തെ റിവീൽ ചെയ്യാണ്, ഉള്ള അവസ്ഥയെ റിവീൽ ചെയ്യാണ്. സക്കായിയുടെ ഹൃദയത്തെ ജീസസിന് മുമ്പിൽ ഇതുപോലെ തുറന്നു വെക്കുകയാണ്. അപ്പോൾ ജീസസിൻ്റെ അടുത്ത് സക്കായി അങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ജീസസ് ഒന്നും മിണ്ടാതെ, ഒന്നും ചോദിക്കാതെ ജീസസിൻ്റെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് സക്കായി എന്ന് പറയുക, ഞാൻ ഇച്ചിരി തരികടയൊക്കെ ഉള്ള വ്യക്തിയാണ്, ഇച്ചിരി ഇല്ലീഗലായിട്ടൊക്കെ കാശ് മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജീസസ് കഴിക്കുന്ന ഫുഡ് ഏതിൻ്റെ ഭാഗമായി? ഇപ്പം ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് വെച്ച് വിളമ്പിയാണ് ഇപ്പോൾ ആര് കൊടുക്കുന്നത്? ജീസസിന് കൊടുക്കുന്നത്. ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടല്ലേ. എടാ, നീ തിന്നുന്നത് എൻ്റെ ഇല്ലീഗലായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ ഭാഗമാണ്. മറ്റു ജീസസ് വേണ്ടെന്ന് പറയാം. അപ്പോൾ തന്നെ റിവീൽ ചെയ്തിട്ട് സക്കായി അവസാനം കൺക്ലൂഷനും സക്കായി തന്നെ പറയുക. അപ്പോൾ ജീസസ് വല്ലതും പറഞ്ഞു, ആടാ നീ സമ്പാദിക്കുന്നത് തെറ്റാണ്, ഇനി അങ്ങനെയൊന്നും സമ്പാദിക്കാൻ പോകരുത്, നിനക്ക് അർഹതപ്പെട്ടത് മാത്രമേ മേടിക്കാവൂ, വേറെ അനാവശ്യമായിട്ടുള്ള ഒന്നും നീ സമ്പാദിക്കരുതെന്നൊക്കെ ജീസസ് അവിടെ നിന്ന് ഉപദേശിച്ചോ? ഒന്നുമില്ല. ജീസസ് ആസ്വദിച്ച് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പരിവർത്തനം നടക്കുന്ന മുഴുവൻ എവിടെയാണ്? അവൻ്റെ ഉള്ളിലാണ്, സക്കായിയുടെ ഉള്ളിലാണ്. അവസാനം സക്കായി തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. കർത്താവേ, ഞാൻ കുറേയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം. നിനക്ക് ഈ ഫുഡ് തരുന്നത് പോലെ, ലാവിഷായിട്ട് നിനക്ക് ഈ ഫുഡ് തരുന്നത് പോലെ, ഞാനിങ്ങനെ ഇല്ലീഗലായിട്ട് മേടിച്ച ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്യാം? 2 മടങ്ങ് 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കാം. അപ്പോൾ തൻ്റെ ലൈഫിനെ മുഴുവൻ ജീസസിൻ്റെ മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യുക? റിവീൽ ചെയ്യുക. അങ്ങനെ റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജീസസ് പറയുന്നത്, മോനെ, നീ ഇന്ന് ദൈവ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. ഈ സ്പിരിച്വൽ കൂട്ടായ്മയ്ക്കകത്ത് നീ ഒരു മെമ്പറായിപ്പോൾ. കാരണം നീ നിൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഉള്ളതുപോലെ റിവീൽ ചെയ്തു. സോ വെൽക്കം ടു അവർ സ്പിരിച്വൽ ഫാമിലി എന്നാണ് ജീസസ് അവസാനം പറഞ്ഞത്. ഓക്കെ. സോ അവിടെ എന്താ റിവീൽ ചെയ്യപ്പെട്ടെ? അവൻ്റെ ലൈഫിനെ റിവീൽ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കാണ് ജീസസിന് ആ ലൈഫിനകത്ത് കയറി ഇടപെടാൻ പറ്റിയത്. സോ ഈ റിവീൽ ചെയ്യുന്നത് അച്ഛനോടല്ല, പാസ്റ്റർമാരോടല്ല, മതവക്താക്കളോടല്ല. അന്നവിടെ അച്ഛന്മാരില്ലേ, പുരോഹിതന്മാരില്ലേ, മതവക്താക്കളില്ലേ, അവരോടൊന്നും അല്ല ഈ റിവീൽ ചെയ്യുന്നത്. അവരുടെ അടുത്ത് റിവീൽ ചെയ്തിട്ടും കാര്യമില്ല. അവർ ചോദിക്കുന്ന റെമഡിയാണ്. കളയെ കൊണ്ടുപോവാം, ആട്ടുകൊറ്റനെ കൊണ്ടുപോവാം, കുറുപ്രാവിനെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ നേർച്ചയും കാഴ്ചയും കൊണ്ടുപോവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർ മതവക്താക്കൾ പറയത്തുള്ളൂ. ലൈഫിനകത്തുള്ള ശരിക്കുമുള്ള റെമഡി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ജീസസ് ഇവിടെ വേറെ റെമഡി ഒന്നും പറയുന്നില്ല. അദ്ദേഹം എന്താണോ റെമഡിയായിട്ട് വെച്ചത് അതിനെ ജീസസ് ചെയ്യാൻ പറയുക. ഓക്കെ, യു ഡു ദാറ്റ്. എന്താ റെമഡി? ഞാൻ 2 മടങ്ങ് കൊടുക്കാം, ഞാൻ 4 മടങ്ങ് കൊടുക്കാം, അനധികൃതമായി വാങ്ങിച്ചവർക്കെല്ലാം ഞാൻ തിരികെ കൊടുക്കാം എന്ന് സക്കായി പറയുന്നതിന് ജീസസ് എന്ത് ചെയ്യാം? ഓക്കെ, ഡു ദാറ്റ്. എന്നിട്ട് അവസാനം എന്ത് പറയുന്നു? ആ ഫാമിലിക്കകത്തേക്ക് അദ്ദേഹം കൂടി കൊണ്ടുവരിക. സോ ഈ റിവീലിങ്ങിനകത്താണ് ദൈവത്തിൻ്റെ എന്ത് നടക്കുന്നത്? ഇടപെടൽ നടക്കുന്നത്. അവിടെയാണ് ക്യൂർ നടക്കുന്നത്. അവിടെയാണ് ശരിക്കുമുള്ള ഹീലിംഗ് നടക്കുന്നത്.